ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ പിസ്സ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അതിന്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിപ്പോ 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. വീണ്ടും ഇളക്കി കുറച്ച് കട്ടിയുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. ഇതാ ഇത്രക്ക് കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കണം. ഇത്ര പോലെ കട്ടിയാവാൻ വേണ്ടുന്നത്ര വെള്ളം ചേർക്കാം. ഇതിനി അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോ അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റവ ആയതുകൊണ്ട് കട്ടിയാവും. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇത് ഈനോ ഫ്രൂട്ട് സാൾട്ട് ആണ്, ഇത് ചേർക്കാം. ഇതില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇതിലേക്ക് വളരെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഇതെല്ലാം കൂടെ വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. റവ പിസ്സേന്റെ ബാറ്റർ റെഡിയാണ്. ഇതാ ഈ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് തീ കത്തിക്കാം. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഈ ഒലിവ് ഓയിൽ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആക്കാം. ഇനി ഇതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ച് ഈ റെഡിയാക്കി വെച്ച കൂട്ട് ഒഴിക്കാം. തീ കുറച്ച് വെക്കാൻ പറ്റില്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് ഈ കൂട്ട് ഒഴിച്ചതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്താൽ മതി. ഇതിനി ഒന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കുക, ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ച് വെച്ച് തീ കുറച്ച് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതാണ് ഞാൻ ഉപയോഗിച്ച ഈനോ സോൾട്ട്. ഇതിന്റെ ഇങ്ങനത്തെ ചെറിയ സാഷയും വാങ്ങിക്കാൻ കിട്ടും. ഇത് കിട്ടുമെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ഇപ്പോ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് വേവാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് സമയമായിട്ടുണ്ടാവും. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇതിന്റെ മേളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇതിന്റെ മുകളില് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതിന്റെ മുകളില് കുറച്ച് കാപ്സിക്കം അരിഞ്ഞത് ഇങ്ങനെ നിരത്തി കൊടുക്കാം. കുറച്ച് തക്കാളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് നിരത്തി കൊടുക്കാം. ഇത് തക്കാളിയുടെ ഉള്ളിലത്തെ കുരുവെല്ലാം മാറ്റി ഇങ്ങനെ കുറച്ച് നീളത്തില് മുറിച്ചെടുത്താണ്. ഇതിന്റെ മേളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മേളിൽ വീണ്ടും ഇങ്ങനെ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒലിവ് കായ ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇതിന്റെ മേളിൽ കുറച്ച് ഒറിഗാനോ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇത് ഒറിഗാനോ ആണ്. പിസ്സക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഹെർബാണ്. കുറച്ച് സ്വീറ്റ് കോൺ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേർക്കാം. അപ്പം കൂൺ ഉണ്ടെങ്കിൽ കൂൺ മുറിച്ച് ചേർക്കാം. കൂണൊക്കെ ചേർക്കുന്നെങ്കിൽ വേവിച്ച് ചേർക്കണം. ചിക്കൻ വേണ്ടുന്നവർക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിന്റെ ഫ്ലഷ് മാത്രം എടുത്ത് ചേർക്കാം. ഇതിനി വീണ്ടും അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം.
അതിനുശേഷം അടച്ചു വെച്ച് തീ കുറച്ച് ഈ ചീസ് ഉരുകുന്നത് വരെ വെക്കാം. ഇപ്പോ ചീസ് എല്ലാം ഉരുകിയിട്ടുണ്ട്. റവ പിസ്സ റെഡിയാണ്. ഇത് ഈ ചീസ് ഉരുകാൻ വേണ്ടി അടച്ചു വെച്ചാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ട് ഈ ചീസ് ഉരുകാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് അടച്ച് ഒരു 2 മിനിറ്റ് വെക്കാം. ഇതിപ്പോ ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇത് ഇടക്ക് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചീസ് ഉരുകാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് അടച്ച് 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഉള്ളതാണിത്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. ഇത് ചൂട് കുറഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് മെല്ലെ ഇളക്കിയെടുക്കാം. ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, പൊട്ടിപ്പോവാതെ. ഇത് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ശരിക്കും പിസ്സയുടെ ഫ്ലേവറാണ്. ഈ ഒലിവ് ഓയിലും ഒറിഗാനും എന്തായാലും ഉപയോഗിക്കണം, എന്നാലേ പിസ്സയുടെ ഫ്ലേവർ കിട്ടുമല്ലോ. കണ്ടോ, ഇതിന്റെ അടിഭാഗം ഇതാ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീ ഏറ്റവും കുറച്ച് വെച്ച് ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ പിസ്സ റെഡിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.